തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ ആശങ്ക വിതച്ചുകൊണ്ട് ഈ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും അതോടൊപ്പം പ്ലാസ്റ്റിക് തരികളും അഞ്ചുതെങ്ങ്, പെരുമാതുറ, തുമ്പ ഉൾപ്പെടെയുള്ള തീരമേഖലകളിലേക്ക് വലിയ തോതിൽ അടിയുന്ന സാഹചര്യമാണ് 2 ദിവസമായി നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലെ തീരുമാനപ്രകാരം കർമ്മസേന ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് തരികൾ, ഈ നഡിൽസ് നീക്കം ചെയ്ത് ഇതുപോലെ ചാക്കുകളിലേക്ക് മാറ്റുന്ന നടപടികൾ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുന്നത്. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലാണ് ഈ നടപടികൾ നടക്കുന്നത്. ഹരിതകർമ്മസേനയും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് പ്രവർത്തകരും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതായത് ഓരോ തീരമേഖലയുടെ ഓരോ 100 മീറ്ററായി തിരിച്ചുകൊണ്ട് ഓരോ 100 മീറ്ററിലും ഈ സന്നദ്ധ പ്രവർത്തകർ എത്തി അവിടെ നിന്ന് പ്രത്യേക കയ്യുറകളൊക്കെ ധരിച്ച് അവർ ഈ ചാക്കുകളിലേക്ക് ഈ പ്ലാസ്റ്റിക് തരികൾ ഉൾപ്പെടെ മാറ്റുന്ന നടപടികളാണ് നടക്കുന്നത്. എത്രയും വേഗം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് തരികൾ, ഈ നഡിൽസ് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അത് മത്സ്യസമ്പത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുപരിയായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കൂടി വഴിവെക്കുമെന്ന വിലയിരുത്തലാണ് ഇങ്ങനെയൊരു നടപടി അടിയന്തരമായി സ്വീകരിച്ചിരിക്കുന്നത്. അത് നേരിട്ട് കൈകൊണ്ട് ആരും എടുക്കരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. സമാനമായ തരത്തിൽ ശംഖുമുഖത്തും വലിയ തുറയിലും ചെറിയ തുറയിലുമൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് തരികൾ അടിയുന്ന ഒരു സാഹചര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ അടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ വലിയ തിരമാലകൾ വരുമ്പോൾ വീണ്ടും അവിടെ നിന്ന് വലിച്ചുകൊണ്ട് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും തീരത്തടിഞ്ഞിരിക്കുന്ന, തുമ്പയിൽ ഉൾപ്പെടെ തീരത്തടിഞ്ഞിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ ചാക്കിലേക്ക് നീക്കി അവിടെ നിന്നത് സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം തുമ്പയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.